നമ്മൾ ആദ്യം ഇറങ്ങിയ മോഡൽ ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഫ്രണ്ട് ലുക്ക് വെച്ചിട്ട് തന്നെ ബാക്ക് ലുക്ക് വരുന്നത് ചെറിയ സൈസ് വരുന്നുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് ഒക്കെ ഉള്ള നമ്മുടെ ഒപ്റ്റിമാവോ വണ്ടീൻ്റെ എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത് പെർമിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ആലപ്പുഴ പെർമിറ്റ് ചെയ്തിരിക്കുന്ന. പല ആൾക്കാർക്കുള്ള ഡൗട്ടോ അത് ആലപ്പുഴയിൽ തന്നെയുള്ള പഞ്ചായത്ത് ഏരിയയിലുള്ള ആൾക്കാർക്ക് ഡൗട്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് ഓട്ടത്തിന് ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇപ്പം 5 മണിയായുണ്ട്. 5 മണിയാകുമ്പോഴാണ് ഞാൻ ഓട്ടത്തിന് ഇറങ്ങുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ഹോം ക്ലീനിങ് അല്ല ഹോം ഷിഫ്റ്റിംഗ്, സോറി, എല്ലാം വർക്കും കൂടെ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്, എല്ലാം കൂടെ കുഴഞ്ഞു. ഹോം ഷിഫ്റ്റിംഗ് ആയിരുന്നു. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു, ചേർത്തലയിൽ എറണാകുളം. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ കാര്യത്തിനിടയ്ക്ക് പോയി വന്ന് രാവിലെ 6:30 ഞാൻ വീട്ടിൽ എത്തിയത്. രാവിലെ 6:30 ഇവിടെ എത്തിയിട്ട് ചായ കുടിച്ചിട്ടൊന്ന് വെറുതെ കിടന്നതാണ്. ഡെഡ് ഉറങ്ങിപ്പോയി. പിന്നെ എണ്ണിച്ചത് ഇപ്പോഴാണ്, ഒരു 4-4:30 എപ്പോഴാണ് എണ്ണിച്ചത്. പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി, ഭക്ഷണം കഴിക്കാനില്ല, പുറത്ത് നല്ല ചായ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പം കുളിച്ച് റെഡിയായി നിൽക്കുവാണ്. ഇനിയിപ്പോൾ ഓട്ടത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഓട്ടോറിക്ഷ വിശേഷങ്ങളൊക്കെ ആയിട്ട് തുടരെ കണ്ടുപോകാം. ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ പാലച്ചോട് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് നോക്കട്ടെ, അവിടെ വണ്ടി ഇല്ലെങ്കിൽ വണ്ടി അവിടെ കയറ്റിയിട്ടാ, അല്ലെങ്കിൽ നേരെ ചായ കുടിക്കാൻ വേണ്ടി അടുത്ത സ്ഥലത്തോട്ട് പോകും. പാലച്ചോട് അവിടെ വണ്ടി ഇടാന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒത്തിരി വണ്ടിയുണ്ട്. അപ്പം അങ്ങോട്ട് പോയില്ല, നേരെ ചായ കുടിച്ചിട്ട് നമ്മൾ ഓട്ടത്തിന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഏജന്റ് വിളിച്ചു എൻ്റെ വണ്ടീൻ്റെ. ഒരു 200 രൂപയുടെ ഒരു മുദ്ര പേപ്പർ മേടിച്ച് വണ്ടി വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അതുകൊണ്ടൊന്ന് RTO ഓഫീസിൻ്റെ അവിടെ ഒന്നും കൊണ്ടുപോകും. പത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് വേറൊന്നുമല്ല, ടൗൺ പെർമിറ്റ് മാറ്റി പഞ്ചായത്ത് പെർമിറ്റ് ആക്കുമ്പോൾ പിന്നെ എൻ്റെ പേരിലോട്ട് വീണ്ടും വണ്ടി ആഡാക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് വരണമെങ്കിൽ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 200 രൂപ പത്രം കൂടെ ഇവിടെ ഹാജരാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ സാധാരണ പഞ്ചായത്ത് വണ്ടി കൈകാര്യം ചെയ്യുന്ന പോലെയല്ല ഈ നമ്മുടെ ടൗൺ വണ്ടികൾ കച്ചവടമാക്കുന്നതും പെർമിറ്റുള്ള വണ്ടികൾ കൈമാറ്റം ചെയ്യുന്നതും കുറച്ച് പ്രോസസ്സുണ്ട്, അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പത്രം കൊണ്ട് കൊടുത്തിട്ട് വരാം. ചുമ്മാ വിൽക്കുന്നു, ഈ ഉറക്കം കിട്ടാത്തതിൻ്റെയാന്ന് തോന്നുന്നു. ഉറക്കം കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് എല്ലാം വിൽക്കുന്നത്. എന്തായാലും അകത്തോട്ട് കയറാം. അവിടെ കയറി 200 രൂപ പത്രം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം. എന്തായാലും ചായ കുടിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ കയറ്റണം. എന്നുവെച്ചാൽ എല്ലാ സ്റ്റാൻഡിലും പിടിച്ച് ഓടാൻ പറ്റത്തില്ല. ഇപ്പം മഞ്ഞ പെയിൻ്റ് ഉണ്ടെന്നേ ഉള്ളൂ ഫ്രണ്ടിൽ. പെർമിറ്റ് നമ്പർ ഞാൻ മായച്ചു കളഞ്ഞതാണ്. ഇനി അടുത്ത ടെസ്റ്റിന് ബ്ലാക്ക് ആയിരിക്കും ഫ്രണ്ടിൽ മൊത്തം അടിക്കുന്നത്. ഇത് പഞ്ചായത്ത് വണ്ടി ആകുമല്ലോ. ഇപ്പോൾ പഞ്ചായത്ത് പെർമിറ്റിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഒന്നര പേപ്പർ കൂടെ കൊടുത്തത്. ഇനിയിപ്പോൾ ഉടനെ തന്നെ എൻ്റെ വണ്ടി പഞ്ചായത്ത് ആവും. ഇപ്പോൾ പെർമിറ്റ് മാറ്റിയിട്ടുണ്ട്, കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ എൻ്റെ വണ്ടിയിൽ പഞ്ചായത്ത് പെർമിറ്റ് തന്നെ ആഡാവും. അത് നമ്മൾ ആക്കും. ചായകുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ബീച്ച് സ്റ്റാൻഡിലോട്ട് വന്നു. ബീച്ച് സ്റ്റാൻഡിൽ വന്നപ്പോൾ അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട്. താൻ ഓട്ടത്തിൽ എങ്ങനെയുണ്ട്? ഓട്ടം എങ്ങനെയുണ്ട്? വന്നേ കൊള്ളാം. എവിടെയായിരുന്നു? ഇല്ലേ? ഓക്കെ. ഈ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് ടേൺ എഴുതാം. ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളും ഉണ്ട്. ടേൺ എഴുതിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ വണ്ടി, വേറെ ആരും വന്നിട്ടില്ല. അപ്പൊ എന്റെ വണ്ടി കൊടുക്കുന്ന കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ വീട്ടിലിപ്പോ കലിപ്പാണ്. അതായത് ഉമ്മച്ചി സമ്മതിക്കുന്നില്ല. എന്റെ വീഡിയോ കണ്ടിട്ട് പറയുന്നത് ഞങ്ങളുടെ വണ്ടി കൊടുക്കണ്ടെന്നാണ് ഉമ്മി പറയുന്നത്. എന്താന്ന് വെച്ചാൽ എൻ്റെ ഉമ്മിക്ക് അറിയാം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഓടുന്ന വണ്ടി ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും വണ്ടി എടുക്കുമ്പം ഓരോ ആൾക്കാർ സഹായിച്ച് ഓരോ ആൾക്കാർക്ക് വണ്ടി എടുക്കാനുള്ള അവസരം വെച്ച് കൊടുത്ത് അങ്ങനെ എടുക്കുന്നുണ്ട് നമ്മുടെ ഓട്ടോറിക്ഷക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പൊ എനിക്ക് ഞാൻ വാടക അറിയാമല്ലോ, ഞാൻ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാടക വണ്ടി ഓടിയതാണ്. 4 കൊല്ലത്തോളം മേലിൽ ഞാൻ വാടകയ്ക്ക് ഓടിയ വണ്ടിയാണ്. എന്നിട്ട് ഞാൻ ആ വണ്ടീൻ്റെ വിലക്ക് എടുക്കുമായിരുന്നു. ഞാൻ ചിട്ടിയൊക്കെ കൂട്ടി പിന്നെ കിട്ടുന്ന പൈസ 500 രൂപ 1000 രൂപ ഒക്കെ വെച്ച് മാറ്റി വെച്ച് കൂട്ടിയെടുത്ത വണ്ടിയാണിത്. അപ്പൊ ഈ വണ്ടി കൊടുക്കുക എന്നുള്ള നിസ്സാരമായിട്ട് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞപ്പോൾ അത് ഉമ്മി കണ്ടിട്ട് പറഞ്ഞു, ഉമ്മി ഒരുപാട് ചീത്ത പറഞ്ഞു, അങ്ങനെ കൊടുക്കരുത്, എത്ര നാളൊരു യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യൂസ് ചെയ്യാനാണ് പറയുന്നത് ഉമ്മി. പക്ഷെ ഞാൻ പറഞ്ഞ നമുക്കത് പറ്റുന്നില്ല. ശരിയാണ്, നമ്മുടെ വണ്ടിയായിട്ട് ഒരുപാട് കണക്ഷൻസ് അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ വണ്ടി കൊടുക്കേണ്ട സമയം വന്നേ നമ്മൾ കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ബീച്ച് സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ തന്നെ വലിയ വണ്ടി വേണ്ട, എല്ലാം വലിയ വണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ മാത്രമേ ചെറിയ വണ്ടി ആവുന്നുണ്ടുള്ള കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി വരുമ്പോൾ തന്നെ ഒരു 4 പേരാണ് ഒരു ഫാമിലി എന്ന് പറഞ്ഞ് കൂട്ടുന്നത്. നമുക്ക് 3 പേരെ വണ്ടി കയറ്റിയിട്ട് ഒരാളെ ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ. എന്തൊക്കെ തന്നെയായാലും എന്തൊക്കെ നിയമവശങ്ങളൊക്കെ പറയുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഓടണം. നമ്മുടെ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഒരു വലിയ വണ്ടിക്ക് നമ്മുടെ ആലപ്പുഴയിൽ
പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് ടൗൺ ഏരിയയിൽ. പക്ഷേ ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതായത് കൂടുതലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, അതായത് നാട്ടുകാർ ഓട്ടോയിൽ കയറുന്നതിനെക്കാട്ടി കൂടുതലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് നമ്മുടെ വണ്ടി കയറുന്നത്. അതിനകത്ത് ഞാനാണെങ്കിൽ എൻ്റെ വീട് തന്നെ ബീച്ച് ഏരിയയിലുള്ള ഒരാളാണ്. അപ്പൊ എൻ്റെ ഇവിടുത്തെ മൊത്തം അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വണ്ടിയിലാണ് അന്തരീക്ഷം. അപ്പൊ ഞാൻ ഉമ്മയടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരാൾക്ക് വാക്കാലിനെ പറഞ്ഞു പോയതാണ്, പുള്ളിക്ക് പൈസേന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ സ്റ്റിക്കർ വരെ എന്റെ വിളിച്ചതാ, അറിയാലോ വണ്ടിയില്ല, സഹറാന്ന് എഴുതിയ സ്റ്റിക്കർ വരെ ഞാൻ വിളിച്ചു മാറ്റിയതാ. പുള്ളിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും പുള്ളി പൈസ കിട്ടിക്കാൻ തന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കൊടുക്കുക. നമുക്കതങ്ങനെ ഞാൻ കൊടുത്തേ പറ്റത്തുള്ളൂ. നമുക്ക് വണ്ടിയോട് ഒരുപാട് വിഷമമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് കൊണ്ടുപോയി ഓടേണ്ട ആൾക്കാർ ഓടട്ടെ. അപ്പൊ അതിന്റെ പഞ്ചായത്ത് പെർമിറ്റിന്റെ കാര്യമൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഉഷാറാവും. എന്തായാലും വലിയ വണ്ടി നോക്കുന്നുണ്ടോ അതെടുക്കാം. എന്തായാലും നമ്മുടെ വണ്ടി എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, മടുത്ത് വെറുത്തിട്ട് ഞാൻ എന്റെ വണ്ടി കൊടുക്കുന്നതല്ല, ഇഷ്ടത്തോടെ കൊടുക്കുന്ന ഒരാൾക്ക്. അത് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി തന്നെ, അറിയാലോ, ഇഷ്ടത്തോടെ കൊടുക്കുന്നത്. ബീച്ച് സ്റ്റാൻഡ് വന്നപ്പോൾ ലാസ്റ്റ് വന്ന വണ്ടി മുരുകന്റെ വണ്ടി കാണിച്ചത് CNG ബ്ലാക്ക് റെക്സിന് അടിച്ചിരിക്കുന്നത്, സാധാ CNG. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത് പെർമിറ്റ് കയറ്റിയിരിക്കുന്നുണ്ട്, ആലപ്പുഴ പെർമിറ്റ് കയറ്റിയിരിക്കുന്ന. പല ആൾക്കാർക്കുള്ള ഡൗട്ടോ, അത് ആലപ്പുഴയിൽ തന്നെയുള്ള പഞ്ചായത്ത് ഏരിയയിലുള്ള ആൾക്കാർക്ക് ഡൗട്ടാണ്, പുറത്തെ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ പെർമിറ്റ് കയറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനുമുള്ള വീഡിയോയിലൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഏത് വണ്ടി, ഇപ്പോൾ കേരളത്തിലെ ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ടൗൺ പെർമിറ്റ് കയറ്റാൻ പറ്റും. ഇപ്പോൾ ടൗൺ പെർമിറ്റ് കയറ്റണമെങ്കിൽ ടൗൺ അഡ്രസ്സിലുള്ള ആളുടെ പേരിലോട്ട് ടൗൺ ആ വണ്ടി ആക്കിയതിന് ശേഷം നമുക്ക് പുള്ളീൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു ഏറ്റവും കുറഞ്ഞൊരു മോഡലുള്ള ഒരു പെട്രോൾ വണ്ടീൻ്റെ ഒരു പെർമിറ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ പോലും അതിനകത്തോട് ആക്കാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഏത് വണ്ടിയാണെങ്കിലും മോഡൽ ഇച്ചിരി കൂടിയ എടുക്കുന്ന വണ്ടികൾ പുതിയ മോഡലായി ആകാൻ നോക്കണം. ഇച്ചിരി കൂടെ കയറ്റം ഉള്ളത് 2012 ആണെങ്കിൽ 13 എടുക്കാൻ നോക്കണം, 14 ആണെങ്കിൽ 15 എടുക്കാൻ നോക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ എറണാകുളം വണ്ടിയാണ് ടൗൺ പെർമിറ്റ് കയറ്റി ഓടുന്നത്. അങ്ങനെയുള്ള ആലപ്പുഴ തന്നെ ഒരുപാട് വണ്ടി ഉണ്ട്, പല പല ജില്ലകളിൽ നിന്ന് കടന്ന് സെക്കൻഡ് വാഹനം എടുത്തിട്ട് ഓടുന്ന വാഹനങ്ങളുണ്ട്. വണ്ടിയൊക്കെ പെട്ടെന്ന് പോയി, വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പോയി. ഇപ്പം ഞാനും പുലത്തറ സക്കീറേ ടാറ്റ കാണിച്ചേ, സക്കീറും ഫസ്റ്റ്, പുള്ളി ഫസ്റ്റ്, ഞാൻ സെക്കൻഡ് ആയിട്ടുണ്ട്. പെട്ടെന്നാണ് വണ്ടിയെല്ലാം പോയത്. പിന്നെ വേറൊരു വീഡിയോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയൊരു വണ്ടി വന്നിട്ടുണ്ട്, ചെറിയൊരു പെട്രോൾ വണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റാൻഡിലല്ല, പുറം സ്റ്റാൻഡില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ടൗൺ പെർമിറ്റിൻ്റെ പ്രത്യേകം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ ഓടണം ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഏത് സ്റ്റാൻഡിലും വേണമെങ്കിലും വണ്ടി പെർമിറ്റ് ഉണ്ടെങ്കിൽ കയറ്റി പിടിക്കാം. അതുകൊണ്ടാണ് പുറം സ്റ്റാൻഡിലെ വണ്ടികളൊന്നും ഇവിടെ നിന്ന് പിടിക്കുന്നത്. അപ്പം നമുക്കും ഇതുപോലെ വേറെ സ്റ്റാൻഡുകളിലൊന്നും പോയി പിടിക്കാം. അതാണ് നമ്മുടെ ടൗൺ പെർമിറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓരോ ജില്ല പെർമിറ്റ്, ഓരോ സ്ഥലത്തുള്ള ഓട്ടോറിക്ഷകൾക്കുള്ള പെർമിറ്റ് ഓരോ രീതിയിലാണ്. അപ്പം ഞാനിതിങ്ങനെ പറയുമ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എറണാകുളത്തെ പെർമിറ്റ് പോലെയല്ല, ചിലപ്പോൾ ചേർത്തല ടൗണിനകത്തുള്ള പെർമിറ്റ്, അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള പെർമിറ്റ് രീതികളാണ് ഓട്ടോകൾക്ക് കണ്ടുവരുന്നത്. വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, ഇവിടെ വലിയ വണ്ടിക്ക് റോളുള്ളത്. ഇപ്പം തന്നെ ഞാൻ സക്കീർ പോയി, അത് കഴിഞ്ഞുള്ള വണ്ടി 4ാമത് വന്ന വണ്ടിയാണ്. 4ാമത് വന്ന വണ്ടിയാണ് പുറം വണ്ടി. ആ വണ്ടിക്ക് ഓട്ടം കിട്ടി. അപ്പോഴും ഞാനിവിടെ ഇരിക്കും. എന്താ കാരണം, എന്താ ചെറിയ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്. വലിയ വണ്ടിക്ക് പോയി, 4 പേരുണ്ട്. അവരെ പിള്ളേരെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ, ബസ് സ്റ്റാൻഡായിരുന്നു അത്. അവരെങ്ങനെ പോലെ ഒരു 100 രൂപയുടെ ഓട്ടം ആയിരുന്നത്. എനിക്ക് കിട്ടിയ ഓട്ടം ഒരു 40 രൂപയുടെ ഓട്ടം, 2 അമ്മമാർ വന്ന് കയറി. എനിക്ക് മറ്റേ 100 രൂപയുടെ ഓട്ടമാണ് എനിക്ക് പോകേണ്ടത്. പ്രായമുള്ള 2 അമ്മമാരെ കൊണ്ടുവന്ന് വണ്ടി കയറി തൊട്ടടുത്തോട്ട് ഇറക്കി. നമുക്ക് ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ നമുക്ക് കിട്ടേണ്ട ഓട്ടം ഏതൊക്കെയായാലും വരും. ഇപ്പം ആ ഓട്ടം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബീച്ച് സ്റ്റാൻഡിലോട്ട് തന്നെ പോവാന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം ഓട്ടം നടക്കുന്ന ടൈമാണ് ഈ സമയം. ഒരു 40 രൂപയുടെ ഓട്ടം പോയി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ 100 200 രൂപ ഓട്ടം നമ്മൾ പിടിച്ചിരിക്കും. നേരെ നമുക്ക് അങ്ങോട്ട് പോവാം, ബീച്ച് സ്റ്റാൻഡിലോട്ട് തന്നെ പോവാം. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നേരെ നമ്മുടെ ബീച്ച് സ്റ്റാൻഡിലോട്ട് വന്നപ്പോഴാണ് ദേ കിടക്കുന്നടാ വണ്ടി, ഗോഗോൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഷോറൂമിൽ പോയ സമയത്തുള്ള. അതിൻ്റെ തന്നെ വലിയ വണ്ടി, ഇതിൻ്റെയാണ് നമ്മൾ ആദ്യം ഇറങ്ങിയ മോഡൽ. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഫ്രണ്ട് ലുക്ക് വെച്ചിട്ട് തന്നെ ബാക്ക് ലുക്ക് വരുന്നത് ചെറിയ സൈസ് വരുന്നുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് ഒക്കെ ഉള്ള നമ്മുടെ ഒക്ടിമാവോ വണ്ടീൻ്റെയൊക്കെ ആ സെയിം ഫീച്ചേഴ്സൊക്കെ വരുന്ന വണ്ടിയാണ്. കാണാൻ വണ്ടി അടിപൊളിയാണ് കേട്ടോ, ഒരുപാട് നല്ല രസമുണ്ട് കാണാൻ തന്നെ. നമുക്ക് നല്ല ചാനലിലോട്ട് വണ്ടി പോയിട്ടുണ്ട്, വണ്ടി കയറ്റി കേട്ടോ. എന്തായാലും അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി അവിടെ നിന്ന് വിളിക്കും. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് വീഡിയോ ഒരുപാട് ലെങ്താക്കിക്കൊണ്ട് പോകുന്നില്ല. എന്തായാലും നമുക്ക് അടുത്ത ഓട്ടോറിക്ഷ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.